ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഡയബറ്റീസിനെ കുറിച്ചാണ്, അഥവാ പ്രമേയം. ഡയബറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇന്ന് കോമൺ ആയിട്ട് എല്ലാവർക്കും കാണപ്പെടുന്ന ജീവിതശൈലി രോഗം തന്നെയാണ് പ്രമേയം എന്ന് പറയുന്നത്. ഇത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്, അതുകൊണ്ട് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഉണ്ട്. പിന്നെ പറയുന്നത് പ്രഗ്നൻസി ടൈമിലുള്ള ഡയബറ്റീസ് ആണ്. അതിൽ ടൈപ്പ് 1 എന്ന് പറയുന്നത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസിലെ കോശങ്ങളെ പ്രതിരോധ സംവിധാനം തടസ്സപ്പെടുത്തുന്നതിൻ്റെ ഫലമായിട്ട് ഇൻസുലിൻ ആവശ്യത്തിന് ശരീരം ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇൻസുലിൻ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥ വരുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ വരുന്ന മാറ്റം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ജനിതക ഘടകങ്ങളിലുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും ടൈപ്പ് 1 ഡയബറ്റീസ്. ഇതൊരിക്കലും ഭക്ഷണ ക്രമത്തിലൂടെ അല്ലെങ്കിൽ ജീവിതശൈലികൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡയബറ്റീസ് അല്ല. ഇത് റയറായിട്ട് കാണുന്ന ഡയബറ്റീസ് ആണ്. ഇതൊരിക്കലും പാരമ്പര്യമായിട്ട് വരുന്ന ഡയബറ്റീസും അല്ല. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള സിംറ്റംസ് എന്തെങ്കിലും വെച്ചാൽ അമിതമായ ക്ഷീണം, അമിതമായ ദാഹം, അതുകൊണ്ട് പെട്ടെന്ന് ക്ഷീണം വരിക, അലസത, പിന്നെ ഉറക്കം കൂടുതൽ, തളർച്ച, പിന്നെ അടിക്കടിയുള്ള യൂറിനേഷൻ, ഇതൊക്കെ തന്നെ മെയിനായിട്ടുള്ള സിംറ്റംസ് ആണ് ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇൻസുലിൻ പ്രോപ്പറായിട്ട് ഇൻസുലിൻ എടുക്കുന്നതിലൂടെ തന്നെയാണ് നമുക്കിത് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യണം, അത്യാവശ്യമാണ്. നെക്സ്റ്റ് വന്ന് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഡയബറ്റീസ് ആണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത, ശരീരത്തിന് ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ രക്തത്തിൻ്റെ പഞ്ചസാരയുടെ അളവിൽ വരുന്ന മാറ്റം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് എല്ലാവരിലും കാണപ്പെടുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ഇത് തന്നെയാണ് ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ഡയബറ്റീസും ഉണ്ട്. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, പാരൻസിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ഡയബറ്റീസും കൂടിയാണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് അമിതമായ ക്ഷീണം, സിംറ്റംസ് ഉണ്ടാവും. സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അമിതമായ ക്ഷീണം ഉണ്ടാവും, കണ്ണ് മങ്ങലുണ്ടാവും, മുറിവുകളുണ്ടാകും, കാലതാമസം എന്നിവയൊക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് വ്യായാമമില്ലായ്മ, ഭക്ഷണത്തിൻ്റെ ക്രമങ്ങളിലുള്ള മാറ്റം, അമിതവണ്ണം, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിന് പ്രതിരോധിക്കാൻ നമ്മൾ മാക്സിമം ഇൻസുലിൻ എടുക്കുക പ്രോപ്പറായ രീതിയിൽ. പിന്നെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻസൊക്കെ കറക്റ്റായിട്ട് എടുക്കുക. പിന്നെ വരുന്ന ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ആണ്. എന്താണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ മൂത്രത്തിൻ്റെ അളവ് അനിയന്ത്രിതമായിട്ട് പോകുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനും പ്രധാനമായിട്ടും നല്ല ദാഹം ഉണ്ടാവും, അതുപോലെ അധികം ഇതില്ലാത്ത രീതി, മണമൊന്നുമില്ലാത്ത രീതിയിലുള്ള യൂറിനേഷൻ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുക, മൂത്രം പോയിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഇതിന് പ്രധാന കാരണം സെൻട്രൽ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ആണ്. അതായത് ശരീരത്തിന് ജലാംശം നിലനിർത്താൻ ആവശ്യമായുള്ള വാസോപ്രസിൻ അഥവാ ആൻറ്റിഡയബറ്റിക് ഹോർമോൺ ഉൽപ്പാദനം കുറയുന്നതിൻ്റെ ഫലമായിട്ടാണ് മെയിനായിട്ട് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ശരീരത്തിലുണ്ടാവുന്നത്. പിന്നെ പറയുന്നത് പ്രഗ്നൻസി ടൈമിലുള്ള ഡയബറ്റീസിനെ കുറിച്ചാണ്. പ്രഗ്നൻസി ടൈമിൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സ്ത്രീകളിൽ പ്രഗ്നൻസി ടൈമിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഡയബറ്റീസ് ആണ്. അപ്പോൾ ഇത് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ചിലർക്ക് ഹോർമോൺ ചേഞ്ച് മൂലം അല്ലെങ്കിൽ ഫുഡിലൂടെ വരുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്ന കോമൺ ആയിട്ട് വരുന്ന ഡയബറ്റീസ് ആണ്. പക്ഷേ ഇത് ആ സമയത്ത് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷവും ചിലർക്ക് അത് ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇത് കാണുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു വെച്ചാൽ ആ പ്രഗ്നൻസി ടൈമിൽ തന്നെ കൺട്രോൾ ചെയ്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കാം.